വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ വികസന കുതിപ്പിന് വഴി തുറക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ 3.84 കോടി രൂപയുടെ മിച്ചമാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി, ഭവന നിർമ്മാണം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾക്ക് വൻ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം ഫണ്ടുകളുടെ ഭൂരിഭാഗവും പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിനായി നാം വിനിയോഗിക്കുന്നു. സേവന പശ്ചാത്തല മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ 2026 മുതൽ 27 വരെ വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 25.84 കോടി രൂപ വരവും 22 കോടി രൂപ ചെലവുമാണ് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ചോലക്കൻ അവതരിപ്പിച്ച ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തുക നീക്കിവച്ചിരിക്കുന്നത് സേവന മേഖലക്കാണ്, 9.61 കോടി രൂപ. ഗ്രാമീണ റോഡുകളുടെയും മറ്റും വികസനത്തിനായി പശ്ചാത്തല മേഖലയ്ക്ക് 6.22 കോടി രൂപയും ലഭിക്കും. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഭവന നിർമ്മാണത്തിനായി 4.5 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് 1.19 കോടി രൂപയും ഉൽപാദന മേഖലയ്ക്ക് 2.39 കോടി രൂപയും നൽകുന്നതിലൂടെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായി 90 ലക്ഷം രൂപയും നാടിനെ ശുചിത്വപൂർണ്ണമാക്കാൻ മാലിന്യ സംസ്കരണത്തിനായി 70 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസന കാര്യങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി. ചർച്ചയിൽ മുഹമ്മദ് സാദിഖ് കോടിയാട്ട്, AK സബ്ന ഇബ്രാഹിം, VT മൊയ്തീൻ തുടങ്ങി വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. സെക്രട്ടറി ഇൻചാർജ് TK ലിഷ സ്വാഗതവും VR ബിസ്നി നന്ദിയും പറഞ്ഞു.